പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പാത്രം വെച്ച് കൊടുക്കുക. പൈനാപ്പിളിലേക്ക് ഇടാം. അല്പം ഉപ്പ് ചേർക്കുക. പച്ചമുളക് ചേർക്കുക. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. അല്പം മുളക് പൊടി. അല്പം കുരുമുളക് പൊടി. കറിവേപ്പില. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വേകട്ടെ. മൂടി വയ്ക്കാം. പൈനാപ്പിൾ വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും കൂടി ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഉടച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇത് നമുക്ക് തേങ്ങ കൊണ്ടിട്ട് വേവിക്കാം. തേങ്ങയും ചെറിയ ജീരകവും കൂട്ടിയരച്ചാണ്. ഇതിപ്പോൾ തീ നിർത്തിയിരിക്കുകയാണ്. ഈ തീ നിർത്തിയതിന് ശേഷം തൈര് ചേർക്കാം. ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ എടുക്കുന്ന അളവനുസരിച്ച് ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ അല്പം എന്ന് പറയുന്നത്. ഉലുവാപ്പൊടി കൂടി ചേർക്കാം. ലാസ്റ്റ് അല്പം ഉലുവാപ്പൊടി കൂടി ചേർക്കാം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഇതിനൊരു വറവ് കൂടി ഇട്ടാൽ പുളിശ്ശേരി റെഡി. ഇതാ നമുക്ക് വറവ് ഇടാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.